Hello my dear students, welcome to study psychology in Malayalam. ഇന്ന് നമ്മൾ സൈക്കോളജി ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നോക്കുന്നത്. IGNOU സിലബസ് ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പക്ഷേ UGC-NET എക്സാമിന് മിക്കപ്പോഴും സൈക്കോളജി ഇൻ ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യൻ സൈക്കോളജി എന്ന് പറയുന്ന പോർഷനിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതിന് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള നോളജ് നമുക്ക് ആവശ്യമാണ്. ഇവിടെ ഞാൻ ബേസിക്സ് മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾ UGC-NET പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ഇത് കണ്ടതിന് ശേഷം ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. അതല്ലെങ്കിൽ UGC-NET വേണ്ടി മാത്രം നമുക്ക് കുറച്ച് സ്പെഷ്യൽ വീഡിയോസ് ചെയ്യാം. അപ്പോൾ ഈ പോർഷൻസ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അതിൽ പറഞ്ഞു പോവാം. ഓക്കെ, അപ്പോൾ ഞാൻ ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. സൈക്കോളജി ഇൻ ഇന്ത്യ, ട്രഡീഷണൽ ആൻഡ് മോഡേൺ വ്യൂസ്. ഫസ്റ്റ് പോർഷനിൽ സൈക്കോളജി എങ്ങനെയാണ് ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്ത് വന്നത് എന്നാണ് പറയുന്നത്. സൈക്കോളജി എമേർജ്ഡ് ആസ് എൻ ഇൻഡിപെൻഡൻറ്റ് സ്ട്രീം ഫ്രം ഫിലോസഫി ഇൻ വെസ്റ്റേൺ കൺട്രീസ്. മറ്റ് കൺട്രീസിൽ എങ്ങനെയാണെന്ന് നമുക്കറിയാമല്ലോ, ഫിലോസഫിയോട് ചേർന്നാണ് സൈക്കോളജി നിന്നിരുന്നത്. പിന്നീടാണ് അതൊരു സെപ്പറേറ്റ് ഡിസിപ്ലിൻ ആയത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇന്ത്യയിലും സൈക്കോളജിയുടെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. The Western ideas and principles had a significant influence on psychology in India. നമുക്ക് ആദ്യം സൈക്കോളജിയിൽ ഉണ്ടായിരുന്ന കോൺട്രിബ്യൂഷൻസ്, പ്രിൻസിപ്പിൾസ് ഒക്കെ തന്നെ വെസ്റ്റേൺ കൺട്രീസിൽ നിന്ന് ഉണ്ടായിട്ടുള്ളവയാണ്. അതും സൈക്കോളജി ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്യുന്നതിനെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സൈക്കോളജി ഫോക്കസ് ഓൺ ഏൻഷ്യൻറ്റ് ഇന്ത്യൻ തോട്ട്സ് ആൻഡ് പ്രീച്ചിങ്. അതായത് ഇന്ത്യൻ സൈക്കോളജി എന്ന് പറഞ്ഞാൽ മെയിനായിട്ടും പണ്ട് കാലത്ത് നിലനിന്നിരുന്ന ചിന്തകൾ, അതുപോലെ പ്രീച്ചിങ് എന്ന് പറയുന്നത് മോറൽ അഡ്വൈസസിനൊക്കെയാണ് പ്രീച്ചിങ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരിക്കും സൈക്കോളജി എന്നുള്ള പേരൊന്നും ആ സമയത്ത് ഉണ്ടായിരുന്നിട്ടുണ്ടായിരിക്കില്ല. നമ്മൾ മനുഷ്യനെ പറ്റി, മനുഷ്യനെ എങ്ങനെ ജീവിക്കണം, മനുഷ്യൻ്റെ റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കണം എന്നതിനെ പറ്റിയിട്ടൊക്കെ പഴയ ആളുകൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പല കൃതികളിലൂടെയും കഥകളിലൂടെയും ഒക്കെ നമ്മളടുത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങളാണ് ഇന്ത്യൻ സൈക്കോളജി എന്ന് പറഞ്ഞ് അറിയപ്പെടുന്നത്. ചില ബുക്സിലൊക്കെ ഇന്ത്യൻ സൈക്കോളജി ആൻഡ് സൈക്കോളജി ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഡിഗ്രി PG ലെവലിലൊക്കെയുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ഒന്നും വരാൻ സാധ്യതയില്ല. ഇന്ത്യൻ സൈക്കോളജി അല്ലെങ്കിൽ സൈക്കോളജി ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ അതിനകത്ത് പറഞ്ഞു പോവുകയാണ് ചെയ്യാറുള്ളത്. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ദ വേദാസ്, യോഗ സൂത്രാസ് ആൻഡ് ഭഗവത് ഗീത റിഫ്ലക്റ്റ് അപ്പോൺ ഹ്യൂമൻ ആക്ഷൻസ് ആൻഡ് ഇറ്റ്സ് ഇഫക്റ്റ് ഓൺ സൊസൈറ്റി. നമ്മൾ വേദങ്ങൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, യോഗസൂത്രങ്ങൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഭഗവത് ഗീത, ഇതെല്ലാം മനുഷ്യൻ്റെ ആക്ഷൻസ് എങ്ങനെയായിരിക്കണം, അതിൻ്റെ ഇഫക്റ്റ് എന്തൊക്കെയാണ്, അത് സമൂഹത്തെ എങ്ങനെ ബാധിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ഇന്ത്യൻ സൈക്കോളജിയുടെ ഭാഗമാണെന്ന് നമുക്ക് പറയാം. ഇനി നമ്മൾ പറയുന്നത് സൈക്കോളജി എന്ന് പറയുന്ന ഒരു ഡിസിപ്ലിൻ എങ്ങനെയാണ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്ത് വരുന്നതെന്നാണ്. ഇൻ ഇന്ത്യ സൈക്കോളജി വാസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിലോസഫി ഇൻ കൽക്കട്ട യൂണിവേഴ്സിറ്റി ഇൻ 1916. 1916 ആദ്യമായിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിലോസഫിയിൽ സൈക്കോളജി എന്ന് പറയുന്ന ഒരു കോഴ്സ് അല്ലെങ്കിൽ സൈക്കോളജി ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ദ ഇൻഡിപെൻഡൻറ്റ് സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റാർട്ടഡ് ഓൺലി പോസ്റ്റ് ഇൻഡിപെൻഡൻസ്. അതായത് നമ്മൾ മറ്റ് രാജ്യങ്ങളിൽ പറഞ്ഞ പോലെ തന്നെ അത്രയും നാൾ ഇൻഡിപെൻഡൻസിൻ്റെയൊക്കെ ഒരു സമയം വരെ സൈക്കോളജി എന്ന് പറയുന്നത് ഫിലോസഫിയുടെ ഭാഗമായിട്ടാണ് നിന്നിരുന്നത്. ഫിലോസഫി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് തന്നെ സൈക്കോളജിയും ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒരു ഇൻഡിപെൻഡൻറ്റ് ഡിസിപ്ലിൻ എന്നുള്ള രീതിയിൽ സൈക്കോളജി ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഇന്ത്യൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1924 ആൻഡ് ദ ഇന്ത്യൻ ജേർണൽ ഓഫ് സൈക്കോളജി വാസ് സ്റ്റാർട്ടഡ് എ ഇയർ ലേറ്റർ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതായത് ഇന്ത്യൻ സൈക്കോളജിക്കൽ അസോസിയേഷനൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 1924 അതുപോലെ ഇന്ത്യൻ ജേർണൽ ഓഫ് സൈക്കോളജി എന്ന് പറയുന്നത് അതിനൊരു വർഷത്തിന് ശേഷം സ്റ്റാർട്ട് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും 1925 ഇൻ ലേറ്റ് 40s അപ്ലൈഡ് സൈക്കോളജി ഗെയിൻഡ് ഇമ്പോർട്ടൻസ് ഇൻ ഇന്ത്യ. അതിനുശേഷം 40s ഒക്കെ ആയപ്പോഴേക്കും 1940s ഒക്കെ ആയപ്പോഴേക്കും അപ്ലൈഡ് സൈക്കോളജിക്ക് ഒരു പ്രാധാന്യം ലഭിച്ചു തുടങ്ങി. ഇപ്പോൾ പല സ്ഥലത്തും MSc അപ്ലൈഡ് സൈക്കോളജി അല്ലെങ്കിൽ BSc അപ്ലൈഡ് സൈക്കോളജി കോഴ്സസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഡൗട്ട് ചോദിക്കാറുണ്ട്, അപ്ലൈഡ് സൈക്കോളജി ആണോ ചെയ്യേണ്ടത് അല്ലെങ്കിൽ സൈക്കോളജി ആണോ ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ അതിപ്പം ഏത് ചെയ്താലും നിലവിൽ ഇന്ത്യയിലെ പ്രശ്നമൊന്നുമില്ല. അപ്ലൈഡ് സൈക്കോളജിന്നോ അങ്ങനെ എങ്ങനെയാണ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്ലൈഡ് സൈക്കോളജിയിൽ കുറച്ചും കൂടി ആപ്ലിക്കേഷൻ ലെവലിലുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഡിഫറൻസ്. അടുത്തൊരു പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡേൺ സൈക്കോളജി ഇൻ ഇന്ത്യ. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞ സൈക്കോളജി എങ്ങനെ ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്തു, ഒരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് രൂപപ്പെട്ട കാര്യം, ഇന്ത്യൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ ഉണ്ടായ കാര്യമൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ
ഇപ്പോൾ സൈക്കോളജി എങ്ങനെയാണ്, മോഡേൺ സൈക്കോളജി എങ്ങനെയാണെന്നുള്ളതാണ് നോക്കുന്നത്. The psychologists in India started looking for Indian theories of cognition. മറ്റു രാജ്യത്തൊക്കെ നമ്മൾ കോഗ്നിഷൻ എന്താണെന്നും സെൻസേഷൻ എന്താണ്, പെർസെപ്ഷൻ എന്താണെന്നൊക്കെ പഠിക്കുകയും അതിനെ പറ്റിയിട്ട് തിയറീസ് രൂപീകരിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള സൈക്കോളജിസ്റ്റുകളും ഇതിനെ പറ്റിയിട്ട് പഠിക്കാൻ തുടങ്ങി. അവരതിനെ പറ്റിയിട്ട് തിയറീസ് രൂപീകരിക്കാനൊക്കെ തുടങ്ങി. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. The psychologists in India started looking for Indian theories of cognition. In 1958, Jadunath Sinha wrote a book on cognition and later on worked upon a book on emotion. അപ്പോൾ അങ്ങനെ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഇന്ത്യൻ ബുക്കിനെ പറ്റിയിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ നോട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും, എക്സാമിന് നിങ്ങൾക്ക് എഴുതാനായിട്ട് ഉപകരിക്കും. 1958 ജദുനാഥ് സിൻഹ എന്ന് പറയുന്ന വ്യക്തി കോഗ്നിഷനെ പറ്റിയിട്ടൊരു ബുക്ക് എഴുതി. അതിനുശേഷം ഇമോഷനെ പറ്റിയിട്ടൊരു ബുക്ക് എഴുതി. അങ്ങനെ ജദുനാഥ് സിൻഹയുടെ പ്രധാനപ്പെട്ട 2 കോൺട്രിബ്യൂഷൻസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. Then today, the works of Oriental psychology, Buddhist psychology, yoga psychology and Jain psychology are an eminent part of modern psychology. അപ്പോൾ ഇന്നത്തെ ഒരു സാഹചര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഓറിയൻ്റൽ സൈക്കോളജി, ബുദ്ധിസ്റ്റ് സൈക്കോളജി, യോഗ സൈക്കോളജി, ജെയിൻ സൈക്കോളജി ഇതെല്ലാം മോഡേൺ സൈക്കോളജിയുടെ ഭാഗമായിട്ട് നിലനിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് സൈക്കോളജി ഇൻ ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യൻ സൈക്കോളജി എന്നുള്ള രീതിയിൽ UGC-NET എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. ബുദ്ധിസ്റ്റ് സൈക്കോളജി, യോഗ സൈക്കോളജി എന്നൊക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ UGC-NET പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ ബുദ്ധിസ്റ്റ് സൈക്കോളജി, യോഗ സൈക്കോളജി ഒക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഈ ഓറിയൻ്റൽ സൈക്കോളജി എന്ന് പറയുന്ന ഇന്ത്യയിലെ പഴയകാല എഴുത്തുകളിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള സൈക്കോളജിക്കൽ എലമെൻറ്റ്സ് ആണ് അതിനകത്ത് വരുന്നത്. ഇത് കൂടാതെ തന്നെ സൈക്കോളജിക്കൽ അസസ്മെൻറ്റിൻ്റെ കാര്യത്തിലൊക്കെ ഇന്ത്യയിൽ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ മറ്റ് രാജ്യങ്ങളിൽ ഡെവലപ്പ് ചെയ്ത ടെസ്റ്റുകളാണെങ്കിൽ നമ്മുടെ കൾച്ചറൽ കോണ്ടെക്സ്റ്റിന് സ്യൂട്ടബിൾ ആകുന്ന രീതിയിൽ അതിനെ അഡാപ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മുടെ കൾച്ചറിന് യോജിക്കുന്ന രീതിയിലുള്ള പുതിയ ടെസ്റ്റുകൾ ഡെവലപ്പ് ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അഡാപ്റ്റ് ചെയ്യുന്ന കാര്യം, ഡെവലപ്പ് ചെയ്യുന്ന കാര്യമൊക്കെ നിങ്ങൾ കൂടുതൽ റിസർച്ച് മെത്തഡോളജിയൊക്കെ പഠിക്കുമ്പോൾ പഠിക്കുക കേട്ടോ. ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ലെങ്തി ആയിപ്പോവും. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ പഠിക്കാനുള്ളത്. വളരെ ചെറിയൊരു പോർഷനായിരുന്നു ശരിക്കും നിങ്ങളുടെ സിലബസിൽ ഇന്ത്യൻ സൈക്കോളജി എന്നുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ഫ്രം അവർ ചാനൽ. താങ്ക് യു.